കഥകളിൽ ഈ അന്തർജനത്തിന് കുളിക്കാൻ പോകുമ്പോൾ അത് പണ്ട് ഞാനും കേട്ടിട്ടുണ്ട്. നേരത്തെ കുളിക്കാൻ പോകും, 3:30-4 മണിയാകുമ്പോൾ ആദ്യമാരോട് കുളിക്കാൻ പോകും. അപ്പോൾ അവർക്ക് തുണയായിട്ട് ഈ ചാത്തന്മാരാണ് അത്ര. നമ്മൾ ഈ ഇരിക്കുന്ന മന എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും? 350 വർഷം. തുടക്കം മുതലേ ഉള്ളത്. ഞാൻ വരുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു മുകളിൽ പെട്ടെന്നല്ല, ഒരു 2-3 ദിവസം കൊണ്ട് നല്ല വ്യത്യാസമായി. അവർക്ക് നല്ല ചാത്തനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. കൂണ് പോലെ മുളച്ചു വരുന്ന വിഷ്ണുമായ ആരാധനാലയങ്ങളെ പറ്റി എന്താ? പിന്നെ അതിൻ്റെ ദോഷങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനും വരും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ആലോചിച്ച് ചില വീഡിയോകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റാത്ത വീഡിയോകൾ കണ്ടിട്ടുണ്ട്. ഈ ആവാഹന സമയത്ത് പൂജാതി കർമ്മങ്ങളിലിരുത്തി ഈ കളത്തട്ടിലേക്ക് പൂജാതട്ടിലേക്ക് ആളെ കൊണ്ടിരുത്തി കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ആള് വന്ന ആളല്ലാതെ ഈ ബാധയെ സംസാരിക്കും. അങ്ങനെ അത് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ വേർപാട് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ പറയും അവിടെ നിന്ന് പോവില്ല, എൻ്റെ ശരീരത്തിൽ ഞാൻ വിട്ടു പോവില്ല. അപ്പം നിങ്ങൾ എന്താ വിട്ടു പോവാത്തത്, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ എന്നെ പോലെ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ ചെയ്തു തന്നാലേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറ്റാവുന്നതാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അപ്പോൾ അവർ സന്തോഷമായിട്ട് പോകും. അത് ഇവിടുന്ന് തന്നെ സത്യം ചെയ്യാറുമുണ്ട്. ഇനി ആ ആളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അത് സത്യം ചെയ്യണം ഭഗവതിയുടെ മുന്നിൽ എന്ന് പറയുന്നു. അത് അങ്ങനെ തന്നെ ചെയ്തു പോകും. പിന്നെ അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒരു ഇതാണല്ലോ, അത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ മന്ത്രങ്ങളും കഴിവുകളും. തീർച്ചയായിട്ടും. ഓക്കെ, വീണ്ടും കുട്ടിച്ചാത്തനിലേക്ക് വന്നത്. ഇപ്പം പറഞ്ഞു കുട്ടിച്ചാത്തൻ ബാലരൂപിയാണ് എന്ന് പറഞ്ഞു. കുട്ടികളെന്ന് പറയുമ്പോൾ ഇച്ചിരി വാശിയും കുറച്ച് ആഗ്രഹങ്ങളും കുറെ വികൃതികളും ഒക്കെ ഉണ്ടാവും. അത്തരം ഒരു അനുഭവം പറയാമോ? ഭഗവാന്റെ ഒരു വാശി കാണിച്ചതോ വികൃതി കാണിച്ചതായിട്ടുള്ള ഒരു അനുഭവം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഗുരുതിക്കൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം, ഞാൻ ഇവിടെ സ്വന്തം ഗോതമ്പിൻ്റെ അപ്പാണ് നേരിക്കാറ് ചാത്തന്. ഒരു ദിവസം ഗോതമ്പൊടി കിട്ടാത്തതുകൊണ്ട് ഭയങ്കര എനിക്ക് തന്നെ ഗുരുതിക്ക് ഇരിക്കാൻ പറ്റണേ ഇല്ല. എനിക്ക് വല്ലാത്തൊരു അതെന്താണ് കുറേ നേരം നോക്കിയപ്പോഴാണ് നമുക്ക് അപ്പം, സാധാരണ അപ്പം നേദിക്കാറുണ്ട്, നേദിക്കാൻ പറ്റിയില്ല അന്ന്, ഗുരുതി ചെയ്യാൻ പറ്റിയില്ല. അപ്പം മനസ്സിലായി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ അവർക്ക് ഇതൊക്കെ രസമല്ലേ, ആ അപ്പം കൊടുക്കാറ്. പിന്നെ ഞാനത് മാപ്പൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ചെയ്തത്. അങ്ങനെ കുറെ അങ്ങനെ പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ നിർണായക ഘട്ടത്തിലൊക്കെ വന്ന് സഹായിച്ച അനുഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട്. നമുക്ക് നല്ല ഇപ്പോൾ ഈശ്വര നമുക്ക് എന്താ ഇപ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഇതാണല്ലോ, എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ആള് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു തരും. അത് ഭയങ്കര ഒരു, അപ്പോഴാണ് ശരിക്കും ഭഗവാനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ നമ്മള് വന്നപ്പോ മഴക്കോളുണ്ടായിരുന്നു, പിന്നെ വെയിലായി, പിന്നെ മഴക്കോളുണ്ടായി. നമ്മൾ നേരെ ഒരു ക്യാമറ വെച്ചു. അവസാനം ഞാൻ തന്നെ പറഞ്ഞാ മാറ്റി വെച്ചു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അങ്ങോട്ട് മാറ്റി വെച്ചു. കളിപ്പിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിപ്പിച്ചുള്ളൊരു. ഞങ്ങളെ തന്നെ ഞങ്ങളിവിടെ എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ തന്നെയാണല്ലോ പറയുന്നത്. പക്ഷെ ഞങ്ങളെ ഉള്ളിലൊക്കെ പോയി അവസാനം. ഞാൻ സ്വതേ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മള് ഇത് ഇവിടെ കറക്റ്റ് എത്തേണ്ടതാ, പിന്നെ എങ്ങനെ അങ്ങോട്ട് എത്തിയെന്ന് അറിയില്ല. ഞങ്ങളിങ്ങനെ കൊണ്ടുപോയി ഒരു വയൽവരമ്പിലൂടെ നോക്കുമ്പോ ഒരു വഴി ഫുള്ള് പുല്ല് ചെത്തിയിട്ടിരിക്കും. ഇതുവരെ അവിടെ വണ്ടി ഓടിയിട്ടൊന്നുമില്ല. ഞങ്ങൾ അതിനെ കൂടി അങ്ങേറ്റം വരെ പോയിട്ട് നേരെ റിവേഴ്സ് എടുത്ത് മടങ്ങി വരിക. ഇപ്പോ അങ്ങയെ കാണാൻ അല്ലെങ്കിൽ ഇവിടെ ആ കർമ്മങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് നമ്മൾ കാട്ടുമണം? ഇപ്പോൾ സ്വതേ ചൊവ്വ, വെള്ളി, ഞായറാണ്. ചൊവ്വ, വെള്ളി, ഞായർ 3 ദിവസങ്ങൾ. 3 ദിവസമാണ് അധികം ആൾക്കാർ വരിക. ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഫോണിലൂടെ വിളിച്ച് അവർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ, അപ്പോൾ അവർക്കും ഒഴിവുണ്ടെങ്കിൽ ഞായറാഴ്ച ആണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ ചിലർ പറയാണ്, ഇപ്പോൾ ഇവിടെ ചാത്തൻ സേവ നടത്തണം അല്ലെങ്കിൽ ചാത്തനെ പ്രീതിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ
ഇവരുടെ മനസ്സിലൊരു മിഥ്യാധാരണയുണ്ട്, ചാത്തൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്, ചാത്തനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ സാധിക്കും എന്നൊക്കെ. അത് അവരോടൊക്കെ എന്താ പറയാറുള്ളത്? ചാത്തനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ചാത്തൻ എന്ന് പറഞ്ഞാൽ പല പല അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ചാത്തൻ്റെ സമ്പ്രദായങ്ങൾ വളരെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ നമ്മൾ വേണമെങ്കിൽ പല രീതിയിൽ കൊണ്ടുപോകാം. നന്നായിട്ട് കൊണ്ടുപോകാം, അവരെന്നെ ചീത്തയായിട്ടും കൊണ്ടുപോകാം, ഇല്ലേ? അതെ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചാത്തനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ഇതാണ് സമ്പ്രദായം. മറ്റുള്ള ആൾക്കാർക്ക് ഉപദ്രവം ചെയ്യാത്ത, ആരും ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, ആരും ഉപദ്രവിക്കാനും വേണ്ട. ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ദോഷങ്ങളിലേക്ക് മാറ്റി കൊടുക്കാൻ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ, അത്രയേ ഉള്ളൂ. മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യാറില്ല. ഈ പല ആളുകളും ഈ സിനിമകളിലൊക്കെ കാണുന്ന മന്ത്രവാദ കളങ്ങളൊക്കെ അതൊക്കെ സിനിമയിൽ ചെയ്യുന്ന പോലെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ട് അച്ഛനായാലും കാരണന്മാരായിട്ടും പറഞ്ഞത് ആൾക്കാർക്ക് നന്മ ചെയ്യാം, നമുക്ക് പറ്റാവുന്നത് മാത്രം ചെയ്യാം, പറ്റാത്തത് അറിയില്ല പറയുക, ഇവർക്ക് വേറെ എങ്ങനെ പോവാം. ഓക്കെ. ഈ കൂണ് പോലെ മുളച്ചു വരുന്ന വിഷ്ണുമായ ആരാധനാലയങ്ങളെ പറ്റി എന്താ അഭിപ്രായം? ഞാനതൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ അത് അല്ല, എങ്കിലും ഞാൻ ചോദിക്കാം, നിങ്ങൾ പാരമ്പര്യമായി വെച്ചാരാധന നടത്തിപ്പോലും? അല്ല, അത് വെച്ചാൽ പല സ്ഥലത്തും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഉപാസന ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നു. അവർ ഉപാസന കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താ പറയുക, എനിക്കൊരു ചെറിയൊരു അമ്പലം പണിയണം, ആ അമ്പലത്തിൽ നിന്നിട്ട് പൂജ ചെയ്യണം എന്നാണ് പറയും. അങ്ങനെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഉപാസന കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റുക. അല്ലാണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രകാരം അമ്പലങ്ങൾ കെട്ടി അത് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവുക, പിന്നെ അത് നശിക്കും, പിന്നെ അതിൻ്റെ ദോഷങ്ങൾ അവർക്കും അവരുടെ കുടുംബത്തിനും വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ആലോചിച്ച് അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂല്ല എന്ന് മാത്രം നോക്കിയിട്ട് ചെയ്യാം. അത് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും പേരും പെരുമയുമുള്ള പെരുമയുള്ള പരമ്പരയിൽപ്പെട്ട ആളുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്ലാവൻ മുഖട്ടിലെ ചാത്തൻ പ്രതിഷ്ഠ ഒരു വലിയ സംവിധാനമായി ഉണ്ടാക്കി ഇതിന്റെ കൊമേഴ്ഷ്യലായിട്ട് അത് ശരിയാണ്. വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നുണ്ട്. ആ ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം. പിന്നെ ഒരു കളിയാട്ടാണ് ഇവിടെ പ്രധാനപ്പെട്ട പരിപാടി, അതും ചെയ്യണമെന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? ഇല്ല, അത് 22 വർഷം മുമ്പ് നടന്നതാണ്. ഇനിയിപ്പോൾ നടത്തണം എന്നുണ്ട്, ഒന്ന് സെറ്റായിട്ടൊന്ന് ചെയ്യണം എന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ഒപ്പുണ്ടാവും. എന്തായാലും കണ്ണൂരിന്റെ കൾച്ചറൽ, അതെ, തെയ്യാണ് ഒരു. ഈ മേഖലയിൽ തെയ്യം പറ്റി കാണാറില്ല, ഈ ഭാഗത്ത് വളരെ കുറവാണ്. ഇല്ല, തിരുവല്ലാമലുണ്ട്, പിന്നെ വടക്കാഞ്ചേരി ആ ഭാഗത്ത് എവിടെ ഉണ്ട്, അല്ലാണ്ട് കുറവ് തന്നെയാണ്. നമ്മൾ ഈ ഇരിക്കുന്ന മന എത്ര വർഷം പഴക്കമുള്ളതായിരിക്കും? 350 വർഷം. അത്രയൊക്കെ മുതലേ ഉള്ളത്. ഞാൻ വരുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, മുകളില് ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ ഒരു ഓവുചാലൊക്കെ മൂന്നാമത്തെ മച്ചിന്റെ പുറത്തായിരുന്നോ പണ്ട് അവിടെയായിരുന്നു താമസം. പിന്നെ അതൊക്കെ മാറി പുതിയ ചെറിയൊരു വാർപ്പിന്റെ അപ്പുറത്തേക്ക് മാറ്റി അങ്ങനെ ഇത് ആരാധനയും പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരു കുടുംബം ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിന് എന്നും അവർക്ക് പൈസകൾ വെച്ചാൽ കാണില്ല. നമ്മൾ 500-ൻ്റെ നോട്ടായാലും അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മേശപ്പുറത്ത് വെച്ച് അത് അപ്രത്യക്ഷമാവുക. അങ്ങനെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ഭയങ്കര വിഷമങ്ങളോടുകൂടി ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാമ്പത്തികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഇനി എന്തെങ്കിലും ഒരു പൈസ എവിടെയെങ്കിലും വെച്ചാൽ അത് കാണൂല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചാത്തൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് നോക്കിയപ്പോൾ. ഞാൻ ഒരു കാര്യം ചെയ്യും, നടക്കിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടക്കം തരാം, ആ അടക്കം വയ്ക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അടക്കം. അത് ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് അവിടെ കൊടുത്തു, അവിടെ ശുദ്ധമായ സ്ഥലത്ത് വയ്ക്കാൻ പറഞ്ഞു. ഞാൻ വെച്ചതോടുകൂടി അവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. പെട്ടെന്നല്ല, ഒരു 2-3 ദിവസം കൊണ്ട് നല്ല വ്യത്യാസമായി, അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ചാത്തന്മാർക്ക് ഗുരുതിയാണ് കഴിക്കേണ്ടത്, അത് കഴിക്കണം എന്ന് പറഞ്ഞു. കഴിച്ചു. അവരിപ്പോൾ നല്ല ഒരു ഇതായിട്ട് അങ്ങനെ ഒട്ടനവധി അങ്ങനെ ഒരുപാട്. ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറാൻ നല്ല തന്നെയാണ്. ആരോഗ്യപരമായിട്ട് ഇപ്പോൾ ഈ ചാത്തിന് ഗുരുതി മാത്രമല്ല, അതിന് ഹോമങ്ങളുണ്ട്, ഹോമം ചെയ്യാം.
ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പ്രകാരം ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ദോഷങ്ങൾ ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ അവരുടെ പേരും നക്ഷത്രവും വെച്ച് നല്ലൊരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിക്കണം. പല ആൾക്കാർക്കും പല സമയത്തിനും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഓടി വന്നു നമ്മളുടെ കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കാര്യം നടക്കണമെങ്കിൽ അവരുടെ അവരുടെ ഇപ്പോഴത്തെ കാലം നോക്കണം, സമയം നോക്കണം, എല്ലാം നോക്കിയിട്ട് വേണ്ട നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് ആദ്യം ഞാൻ പറയും, എന്നെ പോലെ നല്ല ജ്യോത്സ്യരെ കൊണ്ട് എടുത്തു പറയണം. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്, പക്ഷേ നമുക്ക് കറക്റ്റ് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് നോക്കിച്ചിട്ട് നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്യാൻ വ്യത്യാസം നല്ല ഉറപ്പായിട്ടും. ഒരു ചോദ്യം കൂടി ചോദിച്ചു അവസാനിപ്പിക്കും. ഈ 390 ചാത്തന്മാരുടെ ഗണത്തിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ചിലർ പറയാറുണ്ട് 900 ചാത്തന്മാർ. ഇപ്പം കല്ലടിക്കോട്ട് ഞാൻ പോയ സമയത്ത് അവിടുത്തെ ഈ മലബാര സമ്പ്രദായത്തിൽ ആരാധന ചെയ്യുന്നവർ പറഞ്ഞാണ് 390 അല്ല, നക്ഷത്രങ്ങളോളം ചാത്തന്മാരെ പ്രസവിച്ചിട്ടു എന്നൊക്കെ പറയാറുണ്ട്. ആ ചാത്തന്മാരുടെ ആ ഒരു കൺസെപ്റ്റിൽ കൂടെ അല്ലല്ല. അത് വെച്ചാൽ ആ സമ്പ്രദായമൊക്കെ വ്യത്യാസമാണ്. അവരുടെ സമ്പ്രദായത്തിലല്ല നമ്മുടെ സമ്പ്രദായം. നമ്മളുടെ പറഞ്ഞ കാട്ടുമാടൻ സമ്പ്രദായം എന്ന് പറഞ്ഞ വ്യത്യാസമല്ല, ഒരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായത്തിൽ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞാൽ ആ മറ്റുള്ള ഗണത്തിൽ പെട്ടതല്ല, ഒന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സഹായിക്കുന്നു. അതന്നെ. അപ്പൊ ഈ കഥകളിൽ ഈ അന്തർജനത്തിന് കുളിക്കാൻ പോകുമ്പോൾ അത് പണ്ട് ഞാനും കേട്ടിട്ടുണ്ട്. കാരണന്മാരൊക്കെ ഇവിടെ കുളമുണ്ട്, പക്ഷെ പുഴയിലാണല്ലോ പണ്ട് കുളിക്കുക. അപ്പോൾ നേരത്തെ കുളിക്കാൻ പോകും, 3:30-4 മണിയാകുമ്പോൾ ആദ്യമാരോട് കുളിക്കാൻ പോകും. അപ്പോൾ അവർക്ക് തുണയായിട്ട് ഈ ചാത്തന്മാരാണ് അത്ര. അവർക്ക് വഴികാട്ടി പോവുക. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴും അവർക്ക് യാതൊരു പേടിയോ അല്ലെങ്കിൽ ഒന്നുമില്ല. അത്രയും അത് കേട്ടിട്ടുണ്ട് ഞാനും. കഥകൾ ഒരുപാടുണ്ട്. എന്തായാലും ഇനിയുള്ള ഇവിടുത്തെ വിശേഷങ്ങൾക്ക് ഞങ്ങളെയും കൂടി പ്രാർത്ഥനയും ഞങ്ങളെ പ്രേക്ഷകരെ ഉൾപ്പെടുത്തുക. നമസ്കാരം.